വെറുതെ എന്തല്ലാതെ ഇങ്ങനെ നാടാണ് ഊട്ടിക്ക് പോവുക. പെരുന്നാളിനൊക്കെ പല ഊട്ടിക്കൊക്കെ പോയാലുണ്ടല്ലോ. അല്ലാണ്ട് കുപ്പി അല്ലാണ്ട് പെട്ടിക്കയിൽ വെച്ചാണ്ട് ഒരു പോക്കുണ്ട്. ജമ്മും കസൂറും പറയണെന്നാണ് കോയം പറയണത്. കട്ടക്കാലത്തിന് ഞാൻ കിതാബ് എടുത്തു അവിടെ പറയാം, കിതാബ് നോക്കി പറയാം. ജമ്മും കസറും ആക്കണമെങ്കിൽ യാത്രയിലായിരിക്കണം. അത് ഒരു 132 കിലോമീറ്ററുള്ള യാത്രയാണ് ഷാഫി മദ്ഹബിൽ. അനഫി മദ്ഹബ് പ്രകാരം അതും പോരാ, 198 കിലോമീറ്റർ വേണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 3 മർഹലയാണ് അവർക്ക്, നമുക്ക് 2 മർഹലയാണ്. ആ യാത്ര ഒരു സ്വഹിയായ ഉദ്ദേശമുള്ള യാത്ര ആയിരിക്കണം. വെറുതെ എന്തല്ലാതെ ഇങ്ങനെ നാടാണ് ഊട്ടിക്ക് പോവുക. പെരുന്നാളിനൊക്കെ പല ഊട്ടിക്കൊക്കെ പോയാലുണ്ടല്ലോ, ജെറീഷ് അവിടുന്ന് അങ്ങാടിയിൽ നിന്നൊക്കെ വണ്ടിയിൽ മറ്റേതൊക്കെ വെച്ച് എന്താണ് എൻ്റെ പേര് പറഞ്ഞു, ആ കേസോ അല്ലാണ്ട് കുപ്പി അല്ലാണ്ട് പെട്ടിക്കയിൽ വെച്ചാണ്ട് ഒരു പോക്കുണ്ട്. അതിൽപ്പെട്ട വെത്തനാണ്. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ ആ പോക്ക് പോയാലും എന്നോട് ഒന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അറിയണതാണ്, അല്ല എനിക്ക് ഇതൊന്നും വഹി വരണമൊന്നുമല്ല. അങ്ങനത്തെ ഒക്കെ പോക്കുണ്ട്. അതിനൊക്കെ ഇത് പറ്റുമോ ജമ്മു കസറാക്കാൻ? സ്വഹിയായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് പോവുക, സിയാറത്തിന് പോവുക, ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക, അതൊക്കെയാണ്. വെറും നാടാണാൻ പോലെ ഒന്നിനും പെടൂല എന്നാ പറഞ്ഞു. അങ്ങനെ ഒരു പോക്കില്ല. എന്താ ഒരുത്തും പറയാത്, സീറൂഫിൽ അറുതി ഭൂമിയിൽ ഇങ്ങനെ നടന്നോളി എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞില്ലേ എന്നാ ചോദിക്കല്. അന്നാ ആരാ കോയമ്മൽ വെച്ച് മറുപടി വളർച്ചാണ് കിട്ടിയിരുമ്പോൾ ഉണ്ടണില്ല. അപ്പോൾ ആ പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞത് പണ്ട് അല്ലാഹു തആല പ്രവാചകന്മാരെ നിഷേധിച്ച ആളുകൾക്ക് ശിക്ഷ ഇറക്കിയാണ്. അതൊന്ന് പോയി നോക്കിക്കോളി എന്നാ പറഞ്ഞത് മക്കത്തുള്ള മുശ്രിക്കീങ്ങളോട്. റസൂലുള്ളാഹിനെ ഇങ്ങനെ വിമർശിച്ച് എതിർക്കാനായിട്ട് നിന്നപ്പോഴേ, പണ്ട് ഇങ്ങനെ റസൂലുമാരെ നിഷേധിച്ചവർക്ക് എന്താ പറ്റിയെന്ന് ഭൂമി കൂടെ നോക്കിയവരൊക്കെ ശിക്ഷ കിട്ടിയ അടയാളമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ഷാമക്കൊക്കെ പോണേന്റെ വൈക്കലൊക്കെ തന്നെ ഉണ്ടെന്ന് പോയി നോക്കിക്കളി എന്നാണ് പറഞ്ഞത്. അല്ല ഊട്ടിയിൽ ആർക്കാ ശിക്ഷ ഇറങ്ങിയത്? അവിടെ പ്രവാചകന്മാർ ഒന്നാണോ? വെറും നാട് കാണാൻ പോവുക. സ്വഹിയാർ ഉദ്ദേശമല്ലാതെ അതിന് പറ്റൂലെന്ന് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഉദ്ദേശം അല്ലാത്തൊരു നാടാടാൻ പോകണ്ടല്ലോ, വെറും ഒരു വിനോദയാത്ര ഇല്ല. പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ 132 ഉണ്ടായിട്ട് കാര്യമല്ല. അങ്ങോട്ട് മാത്രം 132 കിലോമീറ്റർ വേണം. ഈ ഫുഖഹാക്കളൊന്നും പറഞ്ഞിട്ടില്ല ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ സീറൂഫിലൊരു ആയത്തുണ്ട്. അതുകൊണ്ട് അജായിബൊക്കെ കാണാൻ പോകണം എന്ന് പറഞ്ഞാണ്ട് അത് സുന്നത്താണെന്ന് ഒരു ഇമാമികളും പറഞ്ഞിട്ടില്ല. അത് ഈ ടൂർ ഉണ്ടാക്കണമല്ലോ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇന്ന ആയത്തുകൊണ്ട് ഇന്ന സുന്നത്ത്, ഇന്ന ഹദീസ് കൊണ്ട് ഇന്ന സുന്നത്തുണ്ട് എന്നൊക്കെ ആ ആയത്തിലും ഹദീസിലും പറഞ്ഞ എല്ലാ ആയത്തിന്റെ ഹദീസിന്റെയും കാമ്പാണ്, അതിന്റെ അകമ്പൊരുളാണ് ഫിഖ്. ഫിഖിൽ പറയും, ഫുഖഹാക്കൾ പറയും ഇന്ന ആയത്തുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്. അവിടെ പറഞ്ഞിട്ടില്ല.